ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലാണ് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഞാനിതാ സാമ്പാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പരിപ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചിട്ടെടുക്കണേ. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ പരിപ്പ് വേവിക്കുമ്പം അതിന്റെ കൂടെ ചെറിയുള്ളി കൂടി ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതുപോലെ പൊടിക്കാതെ ഇതുപോലെ കഷ്ണത്തിനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ സാമ്പാർ കായ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ പാകത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. പരിപ്പ് 2 വിസിലൊക്കെ വന്നാൽ മതിയാവും കേട്ടോ. നമ്മളെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് പരിപ്പ് ആദ്യം തന്നെ കുതിർത്തി എടുത്തതുകൊണ്ട് പരിപ്പ് വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് അതുപോലെ കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നമ്മളെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. കുറേയാണ് വന്ന് കിട്ടുന്നു വേണ്ട കേട്ടോ. കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മാത്രം മതിയേ. അപ്പൊ നമ്മളെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയേ. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. നമ്മളെ പൊടികളെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പൊടികൾ ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നന്നായി പഴുത്തിട്ടുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറേയാണ് വഴന്ന് കിട്ടുന്നു വേണ്ട. തക്കാളി ഉടഞ്ഞു പോണ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പൊ എന്താ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 കപ്പ് ഇളം ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണേ. അപ്പൊ അത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ തീ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് 5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ. നമ്മളെ ഉള്ളിലേക്ക് അതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. നമ്മളെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇതാ ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ പുളിയൊക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാ അതിന്റെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറി നന്നായിട്ടും തിളപ്പിച്ചിട്ടെടുക്കണം. നമ്മളെ പുളിയൊക്കെ വെന്ത് വരുന്ന വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ടെടുക്കണേ. അപ്പോഴാണ് കേട്ടോ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പുളിയൊക്കെ എടുക്കുമ്പം ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. പുളി കൂടി പോകാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പുളി കൂടി പോയാലും സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മളെ പുളിയൊക്കെ ചേർത്തതിന് ശേഷം സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒരു ചെറിയ ശർക്കരന്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് കുറച്ച് കറി ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ സാമ്പാർ പൊടി. അപ്പൊ ഞാൻ എന്താ കുറച്ച് കറി ഈ പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ സാമ്പാർ പൊടി. ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ.
അപ്പൊ ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ. സാമ്പാർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേയാണ് തിളച്ച് പോകുന്നു വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയേ. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. കുറേയാണ് തിളച്ച് പോരുത് കേട്ടോ. ഈ സാമ്പാർ പൊടി ഇങ്ങനെ കലക്കി വെക്കണതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം കുറച്ച് കറി അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മളെ സാമ്പാറിലേക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് വെക്കണം. അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ജീരകം ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ. നമ്മളെ ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അതുപോലെ താളിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. അപ്പൊ അതാ നമ്മളെ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇട്ടത്. നമുക്ക് കൂടുതൽ വെജിറ്റബിളിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ പച്ചക്കറി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇട്ടത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും പൊറാട്ടിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. അപ്പൊ എല്ലാരും ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.